അച്ചായോ എന്താ പരിപാടി? ഇങ്ങോട്ട് വന്നേ. ഈ മൈക്കൊന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്താണ് പരിപാടി? ഇത് ആക്ച്വലി ഇന്ന് രാത്രിയിൽ പണി തീർക്കണം. പണി തീർത്തിട്ട് വേണം നാളെ ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഒരു ഫൈനൽ ഇത് നടന്നുകൊണ്ടിരിക്കുക. തീരാറായോ? ഓൾമോസ്റ്റ് തീർന്നു. നമ്മുടെ ഈ കാർട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഇത് ഒരു 16 അടിയുടെ കാർട്ടാണ്. ഇതിനകത്ത് ഇതില്ലാത്ത സാധനമില്ല. ഇല്ല, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ചെയ്തതിനകത്ത് ഏറ്റവും വലിയ കാട്ടാണ് ഇത്. നമ്മളിപ്പോൾ ഇത് ചെയ്തതിൽ ഏറ്റവും വലിയ 16 അടി നീളവും 6 അടി വീതിയുമാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അഴീക്കൽ ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അവിടെ ഭയങ്കര ബീച്ചിൻ്റെ അവിടെ ഭയങ്കര ടൂറിസം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് ഒരു പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അച്ചായൻ പറഞ്ഞു നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ടോപ്പ് സാധനമാണ്. അതെ. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാട്ട് ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് ഇങ്ങനെ സ്റ്റീലൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഇത് ബീച്ചിലേക്ക് പോകുന്നതായതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് GI മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതൊന്ന്. രണ്ടാമത് നമ്മൾ സ്റ്റീൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീൽ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ റസ്റ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രിക്കോഷനാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത സാധനമില്ല. എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബിരിയാണി പോലുള്ള ഫ്രൈഡ് റൈസോ കാര്യങ്ങളൊക്കെ ചോറ് പോലുള്ള സാധനങ്ങൾ വെക്കാൻ, അത് ചൂട് പോകാതിരിക്കാൻ വേണ്ടി ഇതിനടിയിൽ ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കറികൾ, അത്യാവശ്യം കറികൾ വെക്കാം. ഇവിടെ പാർസലിൻ്റെ ഒരു കൗണ്ടർ. അത് തന്നെ ഇവിടുന്ന് വിളമ്പിക്കൂട്ട് പാർസൽ ചെയ്ത് വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ക്യാഷ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ക്യാഷ് ഡ്രോയർ. പിന്നെ എല്ലാ വണ്ടിക്കും ഉണ്ട്. പണമല്ലേ എല്ലാത്തിനും ഇത്. പിന്നെ ഇത് നമുക്ക് ചൂടായിട്ട് നമ്മുടെ കടി പലഹാരങ്ങളൊക്കെ അതെ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. അതും ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജ്യൂസ് കൗണ്ടറാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കട എങ്ങനെ നടക്കുന്നു അതുപോലെ 16 അടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട്. അതിനൊരു വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ചെയ്യാനായിട്ട് ഫ്രയർ. ഇത് നാളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് കൊടുത്ത് ഇതിനകത്ത് ഇറക്കി വെക്കേണ്ടതാണ്. അത് ഫിനിഷ് ആയിട്ടില്ല. ഇതിങ്ങനെ അടിയിലകത്ത് വരും. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഇത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ. പിന്നെ ചായക്ക് വേണ്ടിയുള്ള കൗണ്ടറുകൾ. ഈ ചായയുടെ ഇതിലൊക്കെ ഇതായിട്ട് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ദോശ മെഷീനാണ്. ദോശ മെഷീനാണ്. ഇതിനകത്ത് മറ്റേ സാധനങ്ങളൊന്നും ഞങ്ങൾ കയറ്റിയില്ല. ട്രയലെല്ലാം നോക്കി എടുത്താണ് ഇത്. ഇവിടെ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ദോശ ഇതിനകത്ത് വീഴും. ഇത്ര 5 ദോശ വേണോ 6 ദോശ വേണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദോശ പരത്തും. ക്ലീനിങ് നടക്കും. ഓയിൽ സ്പ്രേ ചെയ്യും. വാട്ടർ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് സ്പ്രേ ചെയ്ത് കാര്യങ്ങൾ നടക്കും. ഇതാണ് ഇത് വെച്ചുകൊണ്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ദോശമാറ്റിക് എന്ന പേര് തന്നെ. ദോശമാറ്റിക് എന്ന പേര് തന്നെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ദോശ. ഇത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡാണ്. അത് അഗെയിൻ വാഷ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ദോശ വരുന്നുണ്ടെ അവിടെ വെള്ളം വേണം. ദോശയുടെ അവിടെ ഈ വാഷിങ്ങും കാര്യങ്ങളുമായിട്ട്. പിന്നെ ഒരു ഷവർമ മെഷീൻ. അതെ, അതെ. എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഹോട്ടലിലേക്കുള്ള എല്ലാ സാധനത്തിൻ്റെയും കംപ്ലീറ്റ് കിച്ചണായിട്ട് വേണമെങ്കിൽ പറയാം. 16 അടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എത്ര നാളോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം എടുത്തു നമ്മൾ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 3 months നമ്മൾ ടൈം എടുത്തിട്ടുണ്ട്. നിയമവശങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ ടൈപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് കാർട്ട് നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇടാൻ പറ്റുള്ളൂ. പബ്ലിക് പ്ലേസിൽ ഇടാനായിട്ട് അനുവാദമില്ല. K-Shift വഴി നമുക്ക് ലൈസൻസ് എടുത്തിട്ട് നമുക്ക് കച്ചവടം നടത്താം. അപ്പം പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കണം. ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിലോ റോഡിലോ അങ്ങനെയുള്ളിടത്തൊന്നും ഇടാൻ പറ്റില്ല. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് എന്താണെന്ന് അറിയോ? അതായത് ഇത് വെളിയിൽ ഇറക്കിയാൽ, ഇല്ലേ നമ്മൾ ഇറക്കുന്ന വണ്ടിയൊക്കെ വെളിയിൽ ഇറക്കിയാൽ RTO പിടിക്കുമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇത് വണ്ടിയല്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ കാർട്ടാണ്. 4 വീലുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഴീക്കൽ ബ്രിഡ്ജിലായിട്ട്
നമ്മുടെ ഇത് മാത്രമല്ല നമ്മൾ ഇറക്കുന്ന വണ്ടികളും ഇത് വെളിയിലോട്ട് ഇറക്കിയ RTO പിടിക്കുമോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാം ലീഗലായിട്ട് ഇവർക്കറിയില്ല ലീഗലായിട്ട് ചെയ്യാന്ന് അതിനകത്ത് ഈ വണ്ടിയുടെ വീഡിയോ ഇട്ടാലും കമന്റ് വരും. അതായത് ഇത് വെളിയിലിറക്കിയ RTO പിടിച്ചോണ്ട് പോകും. ഇത് RTO പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് സ്ഥലത്താണ് പോകുന്നത്. നമ്മളിത് ഓരോ വണ്ടിക്കും ഓരോ റൂള് നമ്മൾ അതെ ഉണ്ട്, ഗവൺമെന്റിനുണ്ട് ഓരോ റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, അതനുസരിച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിത് റൂൾ അനുസരിച്ചല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. ഫുഡ് ട്രക്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ട്രക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ട്രക്സ് കംപ്ലീറ്റ്ലി ലീഗലാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ട് ഇട്ട് കച്ചവടം നടത്താം. എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ക്യാൻറ്റീനായിട്ട് രജിസ്റ്റർ ചെയ്താൽ കൊടുക്കുക. ആ മൊബൈൽ ക്യാൻറ്റീനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി ഒരു കാരണവശാലും പിടിക്കത്തില്ല, ഒരാൾക്കും പിടിക്കാനുള്ള ഇതില്ല. അത് കഴിഞ്ഞിട്ട് FSSAയുടെ ഒരു ലൈസൻസ് എടുക്കുക. എവിടെയാണോ അവർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു NOC എടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏകദേശം 16 അടിയുടെ സാധനം അതെ നമ്മൾ ഫിനിഷ്. ഇത് അടച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ അങ്ങ് അടയ്ക്കാം നമുക്ക്. ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്നോളും, സേഫാണ്. അതൊന്നും സാധനങ്ങളൊന്നും ഒന്നും സാധനം പോകത്തില്ല, എല്ലാ സാധനവും അവിടെ തന്നെ കാണും. ഓക്കെ, അകത്ത് അത്യാവശ്യം നോക്കാൻ വേണ്ടി 2 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ ഷോക്ക് അബ്സോർബർ കൊടുത്തേക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. ലോക്കിങ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അത്രേ തുറന്നുള്ളൂ. ഇതെല്ലാം വർക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. യൂണിക്കോൺ കോച്ച് വർക്കിൻ്റെ അടുത്തൊരു ഇതിഹാസം കൂടെ നമ്മൾ അതെ, ഇത്രയും വലിയൊരു വണ്ടി നമുക്ക് ചെയ്യാൻ അവസരം തന്നവർക്കൊരു നന്ദി പറയാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയാലും ഞങ്ങളുടെ ചാനലിലാണെങ്കിലും എല്ലാത്തിനകത്തും നല്ല രീതിയിലുള്ള റെസ്പോൺസ് തരുന്നുണ്ട്. നമ്മുടെ വീഡിയോ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളൊന്ന് പറയാം. നല്ല റെസ്പോൺസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. തള്ളല്ല, ഒരിക്കലും തള്ളല്ല. നല്ല ഇതുണ്ട്. അത് തന്നെയല്ല, ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് റാന്നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി വിളിച്ചിരുന്നു. ആൻറ്റി വിളിച്ചു പുള്ളിക്കാരത്തി നാളെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തിക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു കാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ആൻറ്റി വന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് റാന്നി, കോന്നി, പത്തനംതിട്ട ആ സൈഡിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് എൻക്വയറി നിങ്ങളുടെ ഇതിട്ടതിന് ശേഷമുണ്ട്. നോർമലി ഞങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന നോർത്ത് സൈഡിലായിരുന്നു. നോർത്ത് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാർ ആ സൈഡിലായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളുടെ ഇതിട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഈ സൈഡിൽ നിന്ന് ഉള്ള എൻക്വയറീസ് നമുക്കുണ്ട്. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്ക് വന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് ഫുഡ് ട്രക്കെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന മറ്റ് വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പല ഇതിലും മറ്റ് വർക്കുകളൊക്കെ നമ്മൾ വീൽ ചെയറെ കയറി പോകുന്ന വർക്കുകൾ, അതൊക്കെ എന്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും വണ്ടിയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് യൂണിക്കോൺ കോച്ച് വർക്ക് വന്നാൽ മതി. ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.